ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിലാണ്. അതായത് തൃശ്ശൂർ നടത്തറ NH ഉണ്ടല്ലോ, ആ NH നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 7 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ വീടിൻ്റെ മുൻവശം നല്ലൊരു വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം, നല്ലൊരു 5 മീറ്ററിനേക്കാളും വീതിയുള്ള ടാറിംഗ് റോഡ്. അതുപോലെ പുതിയ 2 നില വീടുകളുള്ള നല്ലൊരു അടിപൊളി വില്ലയാണ് ഇവിടെ. എല്ലാം പുതിയ 2 നില വീടുകളാണ്. എല്ലാ വീടുകളിലും ആളുകൾ ഓൾറെഡി താമസിക്കുന്ന ഒരു ഏരിയയാണ്. നമുക്ക് കാണാം, 2 സൈഡിലും മുഖാമുഖം നിൽക്കുന്ന ധാരാളം വീടുകളുള്ള ഒരു അടിപൊളി വില്ല തന്നെയാണ്. എല്ലാം സെപ്പറേറ്റ് ബിൽഡർമാരാണ് കേട്ടോ. ഈ സ്ഥലത്തിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇവിടെ സ്ലൈഡിങ് ഗേറ്റ് വരിക. നമുക്ക് കാണാം കേട്ടോ, ഈ ഒരു സൈഡിൽ നിന്ന് 7 സെൻറ്റ് സ്ഥലമാണ് മൊത്തം. ഇതിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റ് ഇങ്ങോട്ട് വരും, അപ്പുറ സൈഡിലേക്ക് നീക്കാണ്. ഈ ഒരു സൈഡിൽ വിക്കറ്റ് ഗേറ്റ് ചെറുത് വരും. ഇനി നമുക്ക് ഈ ഭാഗത്തൊക്കെ നമ്മൾ ടൈല് വിരിക്കും, അതായത് വീതി കൂടി ടൈലൊക്കെ വെച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് അടിപൊളിയാക്കി ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ വീട് കൈമാറുക. നമുക്ക് കാണാം, അടിപൊളി ഒരു എലിവേഷനോട് കൂടി തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ബോക്സ് ടൈപ്പ് LED ബൾബും അതുപോലെ ടെസ്റ്റ് വർക്കും ടൈൽ വർക്കും എല്ലാം ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്, വീതി കൂടിയ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്, ഗ്രാനൈറ്റൊക്കെ ബോർഡർ കൊടുത്തിട്ട് വീതി കൂടിയ ഒരു ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേക്കൂടിലാണ് ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. 2050 സ്ക്വയർ ഫീറ്റാണ് ഇത്. കയറി വരുന്ന ലിവിങ് ഹാളാണ് കേട്ടോ. വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 സൈഡിലും വെളിച്ചം കയറാവുന്ന രീതിയിലുള്ള വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നേരെ തന്നെ കാണാം, അടിപൊളി ഒരു TV യൂണിറ്റ്, മൾട്ടിവുഡിലാണ് ഈ TV യൂണിറ്റ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു LED ബൾബൊക്കെ വെച്ചിട്ട് ബാക്ക് സൈഡിൽ ടെസ്റ്റ് വർക്കിൻ്റെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വെച്ചിട്ട് ധാരാളം ഹോൾ സീലിംഗ് വർക്ക്, നല്ല കളർ പെയിൻറ്റിങ്ങിലും വാം ലൈറ്റിലൊക്കെ ഓടി ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിംഗ് ഹാളിൽ ഫുൾ ലെങ്ത്തിൽ ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് അടിപൊളി TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ലിവിംഗ് ഹാളിൽ ഒരു ആർച്ചോട് കൂടിയിട്ട്, അത് മൾട്ടിവുഡിൽ തന്നെയാണ് LED ബൾബൊക്കെ വെച്ചിട്ട് മനോഹരമായ ഒരു ആർച്ചോട് കൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു. അതേ മാച്ചിങ് ടൈല്, 2ക്ക് 4 വീതി കൂടിയ ടൈല് തന്നെയാണ് അപ്പോക്സി കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഡൈനിങ് ഹാളാണ്, വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് ക്രോക്കറി യൂണിറ്റിൻ്റെ ഗ്ലാസ് ടൈപ്പ് ഡോറോട് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഡൈനിങ് ഹാളും ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിരുന്നത്. നല്ല കളറ് പെയിൻറ്റിങ്ങും അതുപോലെ വാം ലൈറ്റും എല്ലാം, അതായത് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ തന്നെ നമ്മളിവിടെ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഫാനിലുള്ള പോർഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അത്രയും വലിയൊരു ഡൈനിങ് ഹാളായ കാരണം. ഈ ഒരു സൈഡിൽ സ്റ്റെയറിൻ്റെ ഒരു സൈഡിൽ ചേർത്തിട്ടാണ് വാഷ് ഏരിയ ചെയ്തിട്ടുള്ളത്. മിററൊക്കെ ചെയ്തിട്ട് അടിയിൽ കബോർഡൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ തന്നെയാണ് 2 ബെഡ്റൂമും കൊടുത്തിരുന്നത്. കാരണം നമുക്കാണ് ഈ ഒരു സൈഡിലും ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വലിയ ബെഡ്റൂം തന്നെയാണ്. 4 ബെഡ്റൂമുള്ള 4 ബെഡ്റൂം വലിയ ബെഡ്റൂം തന്നെയാണ്, സൈസ് കൂടുതൽ കേട്ടോ. അത് ആ പോക്സിലെ കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കാണാം, നമുക്ക് മുകൾ വശത്ത് ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയലായിട്ടും കൊടുത്തിട്ടുണ്ട് വാം ലൈറ്റുകൾ. മുകളിൽ ഫുള്ള് ഹോൾ സീലിംഗ് വർക്ക് കളർ പെയിൻറ്റിങ്ങിലും കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ, LED ബൾബ് 2 സൈഡിലും. വാർഡ്രോബ്സ് ഫുൾ ലെങ്ത്തിലാണ് കൊടുത്തിട്ടുണ്ട്. 3 പാളി. ഒരു സൈഡിൽ ഡ്രസ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്, മിററൊക്കെ വെച്ചിട്ട് കാണാം. അതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ ഒരു സൈഡിലായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 10 കൊല്ലത്തോളം ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ ഇവിടെ കാണാൻ നമുക്ക് ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏഴ് സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ട് തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 100 മീറ്ററുള്ളൂ ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് പോകണ്ടോ. ധാരാളം ബസ്സുകൾ പോകുന്നൊരു ഏരിയ. 2ാമത്തെ ബെഡ്റൂം, ഈ ഒരു ബെഡ്റൂം അതെ ഒരു 14-16 സൈസ് വരുന്നുണ്ട്. വലിയ ബെഡ്റൂമാണ്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അപ്പോക്സിയൊക്കെ ചെയ്തിട്ട്. നമ്മൾ ലൈറ്റ് ഇട്ടിലും ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകൾ വശത്തും ഫുൾ ലെങ്ത്തിൽ ഹോൾ സീലിംഗ് വർക്ക് കൺസീൽഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. LED ബൾബ് ഉള്ളിലും കൊടുത്തിട്ടുണ്ട്. കളർ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ വാർഡ്രോബ്സും ഡ്രസ് യൂണിറ്റോട് കൂടി സൈഡിലായിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്.
തൊട്ട് ചേർന്നിട്ട് തന്നെ ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയും വ്യത്യസ്തമായ വാൾട്ടയിൽ തന്നെയാണ് കൊടുത്തത്. വീതി കൂടിയ വാൾട്ടയിൽ തന്നെയാണ് കേട്ടോ കൊടുത്തത്, അപ്പോക്സിക്ക് ചെയ്തിട്ട്. അതുപോലെ വാഷബിളാണ്. 4 ബെഡ്റൂമിലും വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാ സ്റ്റെയറിൻ്റെ താഴെയുള്ള ബാത്റൂമാണ് കേട്ടോ. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തത്. മൾട്ടിവുഡിലുള്ള LED ബൾബൊക്കെ വെച്ചിട്ട് അതുപോലെ ഈ ലിവിങ് ഹാളിൽ നിന്ന് നമുക്കൊരു ഇപ്പുറത്തേക്ക് കാണില്ലേ കിച്ചണിലേക്ക് ഡയറക്റ്റ്. ചില വീടുകളിലൊക്കെ ഡയറക്റ്റ് കിച്ചണിലേക്ക് കാണും ഓപ്പൺ കിച്ചണാകുമ്പോഴേ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. വേണ്ട, ഒരു സൈഡിലായിട്ടുള്ള ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ബോർഡറൊക്കെ കൊടുത്തിട്ട് LED ബൾബൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ്. അത് ഗോൾഡൻ ആൻഡ് വൈറ്റ് ഡിസൈനോട് കൂടിയ കബോർഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ സൈഡിലും ടൈൽ കൊടുത്തിട്ടുണ്ട്, വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിമ്മിനി ഹോബ് എല്ലാം ഇവിടെ ഓൾറെഡി സെറ്റാണ്. ഈ ഒരു സൈഡിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലും ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ലെങ്ത്തിൽ വാൾ ടൈലും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പാർക്ക് ഏരിയയിൽ കിടക്കുന്ന ഭാഗം. ഇത് വേറൊരു കളർ ഡിസൈനാണ് വാൾ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ല ഫ്ലോർ ടൈൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെയും കബോർഡ് വർക്കും വാഷ് ഏരിയയൊക്കെ ഇവിടെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. ഈ ഭാഗത്തൊക്കെ നിന്ന് ബേബി മെറ്റൽ വേണമെങ്കിൽ ബേബി മെറ്റൽ, അല്ലെങ്കിൽ ടൈല് വിരിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ആഗ്രഹം വെച്ചാൽ നമുക്ക് അതുപോലെ ചെയ്യാനാണ് ഓണർ ഇവിടെ സ്ഥലം സ്പേസ് കൊടുത്തിട്ടുള്ളത്. 7 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2050 സ്ക്വയർ ഫീറ്റോട് കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 4 ബെഡ്റൂമിൻ്റെ. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. കുറച്ച് അവിടെ മതിൽ ഈ സൈഡിൽ മാത്രമാണ് ഒരു മതിൽ കെട്ട കോമ്പൗണ്ട് വാൾ ചെയ്യാനുള്ളത് കേട്ടോ. ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ. എത്ര വലിയ വേനൽക്കാലം വന്നോട്ടെ വെള്ളം ഒരിക്കലും പറ്റാത്തൊരു ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയയും കൂടിയാണിത്. 7 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിലുള്ള 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 75 ലക്ഷം രൂപയാണ് കേട്ടോ. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നുള്ളൂ. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ദൂരവും, അതുപോലെ നടത്തറ NH ഉണ്ടല്ലോ, എറണാകുളം NH, അവിടെ നമുക്ക് 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കായിട്ടുള്ളത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ അത്ര അടുത്താണ്. മുകൾ വശത്തെ ഹാളാണ്. നല്ല വീതി കൂടി ഒരു ഹാൾ തന്നെയാണ് മുകൾ വശത്തും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് കാണാം ഹോൾസെയിലിംഗ് മാർക്ക് നല്ല LED ബൾബുകളോട് കൂടി ചെയ്തിട്ടുണ്ട്. മുകൾ വശത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഹാങ്ങിങ് ബൾബൊക്കെ ഈ സൈഡിൽ സ്റ്റെയർ കയറി വരുന്നത് മുകൾ വശത്ത് കൊടുത്തിട്ടാണ്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിൽ അപ്പോക്സിയൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ 4 ബെഡ്റൂമിലും ഇതേപോലെ ഹോൾസെയിലിംഗ് വർക്കൊക്കെ LED ബൾബൊക്കെ വെച്ചിട്ട് കളർഫുള്ളാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് വാൾഡ്രോബ്സ് കൊടുത്തത്. 4 പാളിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിൽ 4 പാളി വാൾഡ്രോബ്സ് കൊടുത്തിരുന്നു. ഇവിടെ ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ് യൂണിറ്റ് കൊടുത്തത് കേട്ടോ. ഈ ഒരു സൈഡിൽ മിററൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. ഒരു ഡ്രസ് യൂണിറ്റ് താഴെ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് തൊട്ട് ചേർന്നിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. നല്ല വലിയൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ്, അതുപോലെ സോളാറിൻ്റെ പൈപ്പൊക്കെ മുകളിൽ വെച്ചത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്കൂളുകളിലൊക്കെ തൊട്ടടുത്താട്ടോ. ഭാരത് വിദ്യാഭവൻ സ്കൂൾ ഇവിടുന്ന് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഡോൺ ബോസ്കോ സ്കൂൾ ഈ സൈഡിലുണ്ട്. അതുപോലെ ആരാധനാലയങ്ങളെല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. 4ാമത്തെ ബെഡ്റൂമാണിത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ വലിയ ബെഡ്റൂമാണ്. നേരെ താഴെ കണ്ട അതേ വലുപ്പത്തിൽ ഇവിടെയും വ്യത്യസ്തമായ കളർ പെയിൻറ്റിങ്ങാണ് ചെയ്തിട്ടുണ്ട് ഹോൾസെയിൽ മാർക്കിലൊക്കെ. അതുപോലെ LED ബൾബൊക്കെ വെച്ചിട്ട് എല്ലാം നല്ല മനോഹരമാക്കി തന്നെയാണ് ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ ഇവിടെ, അതുപോലെ എക്സോസ്റ്റൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കൂളുകളും ആരാധനാലയങ്ങളൊക്കെ വെറും 1 കിലോമീറ്റർ ചുറ്റളവുണ്ട്. അതുപോലെ ഓട്ടോ സ്റ്റാൻഡ്, ബസ് റൂട്ട് വെറും 100 മീറ്ററിൽ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട് തന്നെയാണിത്. മുകൾ വശത്തെ ബാൽക്കണിയാണിത്. നല്ല വീതി കൂടി ഒരു ബാൽക്കണി തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നാ
4-5 പേർക്കൊക്കെ ഈസി ആയിട്ട് ഇവിടെ ചെയറൊക്കെ ഇട്ടിരിക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ടെസ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കൺസീൽഡായിട്ട് LED ബൾബ് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്ത് കാണുന്ന ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞ ടൈലൊക്കെ വിരിച്ച് നല്ല മനോഹരമാക്കി ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചാൽ നമുക്ക് ഫുൾ സേഫ്റ്റിയാണ്. 4-5 കാറൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ധാരാളം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. അതുപോലെ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം ഒരു ഓപ്പൺ ടെറസാണ് വരുന്നത്. ഇവിടെ നല്ല സൗകര്യമുള്ള ഒരു ഓപ്പൺ ടെറസ് തന്നെയാണ്. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്നാണ് മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നല്ല അടുപ്പിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും ഇവിടത്തേക്ക് ആയിട്ടുള്ളത്. ബാക്ക് സൈഡിലെ വീടുകളുടെ വ്യൂസാണ് എല്ലാം ഇരുനില വീടുകളുള്ള പുതിയ വീടുകളുള്ള ഒരു വില്ല തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ട മുകൾ വശത്ത് നമുക്ക് വാഷിംഗ് മെഷീനോ എന്തെങ്കിലും ചെയ്യാനുള്ള മുകൾ വശത്ത് ഇവിടെ വാർപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അടിയിൽ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. അടുത്ത ഒരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.